വെൽക്കം ടു റൈസൈഗൺ. നമ്മുടെ രാജ ഓർ വിദ്രോഹി എന്ന ചാപ്റ്റർ നമ്മുടെ ആനുവൽ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള നമ്മൾ എടുത്തിട്ടുള്ള ചാപ്റ്ററാണ് രാജ ഓർ വിദ്രോഹി. അപ്പോൾ അത് നമ്മുടെ ആനുവലിൻ്റെ പോർഷനിൽ പെട്ട ചാപ്റ്ററാണ്. ഷുവറായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 4 മാർക്കിന് ചോദിക്കാവുന്ന 3 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: राजा जनता की भीड़ में मिल जाएगा, ये सुनकर खुश हुए 2 വ്യക്തിयों के बीच हुए वार्तालाप कल्पना करके लिखे. നമുക്കറിയാം, രാജാവ് അവസാനം ജനങ്ങളുടെ മുന്നിൽ തോൽവി സമ്മതിച്ച് തൻ്റെ കിരീടം അഴിച്ചു മാറ്റി, അല്ലെ, അവർക്ക് ജനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഹേമിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ജനങ്ങളിൽ ഒരാളായി മാത്രം, തൻ്റെ പദവിയൊക്കെ നഷ്ടപ്പെട്ടിട്ട്. ഇതറിയുമ്പോൾ അവിടെ കൂടി നിന്ന് 2 വ്യക്തികൾ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ? പെഹലാ വ്യക്തി ഹായ് ബഡി ഖുഷി ഹേ, അല്ലെ, എത്ര സമയം അല്ലെ, ഇങ്ങനെ ഒരു രാജാവിനെ നമുക്ക് ആവശ്യമില്ല, വലിയ സന്തോഷമുണ്ട്. ദൂസരാ വ്യക്തി ഹാ രാജാക്കോ ഉചിത് ദണ്ഡ് മില. ദണ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശിക്ഷ, അല്ലെ, രാജാവിനെ വേണ്ട ശിക്ഷ, തക്കതായ ശിക്ഷ തന്നെ കിട്ടി. ഇനി പെഹലാ വ്യക്തി വീണ്ടും പറയണേ, കിത്തിന വിചിത്ര രാജാത്ത, അല്ലെ, എത്ര വ്യത്യസ്തനായ ഒരു വിചിത്രമായിട്ടുള്ള ഒരു രാജാവായിരുന്നു ഇത്. ദൂസരാ സൈനിക് സൈനിക് ബേക്കാർ बैठते हैं, उनका वेतन खजाने का नष्ट है, क्या क्या बता रहे थे. അല്ലെ, അപ്പൊ രാജാവിനെ പുച്ഛിച്ചുകൊണ്ട് പറയണേ, ഓ, എന്തൊക്കെയായിരുന്നു രാജാവിന്റെ വാദം. സൈനികർ വെറുതെ ഇരിക്കുകയാണ്, അല്ലെ, ഖജനാവിലെ നഷ്ടമാണ്, അല്ലെ, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു. പെഹലാ വ്യക്തി ബേചാരെ ഹേം പർ ആക്രമൺ, അല്ലെ, ആ പാവം ഹേമിന് നേരെയായിരുന്നു ആക്രമണം. ദൂസരാ വ്യക്തി ഉനോനെ കുച്ച് അപരാധ് തോ നഹി കിയാ താ, അല്ലെ, അവൻ ഒരു തെറ്റും അപരാധവും ചെയ്തിട്ടില്ല. നമ്മുടെ ഹേമ് ഒരു തെറ്റും ചെയ്തിരുന്നില്ല എന്നാണ് ഈ വ്യക്തികൾ രണ്ടുപേരും പറയുന്നത്. പെഹലാ വ്യക്തി ഹമാരെ പക്ഷമേ ന്യായിത്ത, അല്ലെ, നമ്മുടെ പക്ഷത്തായിരുന്നു ന്യായം, അതുകൊണ്ടാണ് രാജാവ് തോറ്റതും നമ്മൾ വിജയിച്ചതും. ദൂസരാ വ്യക്തി ഹാ ഇസ്ലിയേ ന്യായാധീശിനെ ഏസാ ഫേസ്ല സുനായ, അതുകൊണ്ടാണല്ലോ. ന്യായാധീശ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ന്യായാധിപൻ. ന്യായാധിപൻ ഏസാ ഫേസ്ല, ഇങ്ങനെ ഒരു തീരുമാനം, ഫേസ്ല തീരുമാനം, ഇങ്ങനെ ഒരു തീരുമാനം കേൾപ്പിച്ചത് എന്ന് വെച്ചാൽ വിളംബരം ചെയ്തത്, അറിയിച്ചത് എന്നൊക്കെയാണ്. സുനായ എന്ന് പറഞ്ഞാൽ, സുന എന്ന് പറഞ്ഞാൽ ശരിക്കും കേൾക്കുക എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയിച്ചത് എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ ന്യായാധിപൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം തന്നെ എന്തുകൊണ്ടാണ്? നമ്മുടെ പക്കലാണ് ന്യായം. ഇനി പെഹലാ വ്യക്തി പറയാണേ, യഹ് താനാഷാഹി അച്ചി നഹി ഹേ. അപ്പൊ ഈ താനാഷാഹി എന്ന് പറഞ്ഞാൽ ഏകാധിപത്യം. ഇപ്പൊ രാജാവിന്റെ പക്കൽ മാത്രം അധികാരം, ജനങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, രാജാവ് പറയുന്നത് എന്തോ അതൊക്കെ കണ്ണടച്ച് പ്രജകൾ അനുസരിക്കണം എന്നുള്ള ഈ ഏകാധിപത്യം ശരിയല്ല. ദൂസരാ വ്യക്തി, അപ്പൊ രണ്ടാമത്തെ ആള് പറയുന്നു, ജനതന്ത്രക്ക് പ്രതീക്ഷ കരേ, അല്ലെ, അപ്പൊ ജനാധിപത്യത്തിൽ നമുക്ക് എന്താക്കാം? പ്രതീക്ഷ അർപ്പിക്കാം. പെഹലാ വ്യക്തി ടീക് ഹേ ധന്യവാദ്, അപ്പൊ ദൂസരാ വ്യക്തി ധന്യവാദ്. രണ്ടുപേരും ശരി എന്നാൽ എന്ന് പറഞ്ഞ് രണ്ടുപേരും എന്താകുന്നു? പിരിയുന്നു. ആ ഒരു സമയത്ത് രാജാവിന്റെ, അല്ലെ, വലിയൊരു കാര്യമല്ലേ, രാജാവ് തൻ്റെ പദവിയൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങുകയാണ്. അതേക്കുറിച്ചായിരുന്നു കോൺവെർസേഷൻ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, രാജാക്ക് ചരിത്രഗത വിശേഷതാവോ കാ പരിചയ ദേത്തെ ഹുവേ ടിപ്പണി ലിഖേ. അപ്പോൾ ചോദ്യം ഇതാണ്, രാജ ഓർ വിദ്രോഹി നാടക രാജ കേസേ ലഗ. എങ്ങനെ ഉണ്ടായിരുന്നു രാജ ഓർ വിദ്രോഹി എന്ന നാടകത്തിലെ രാജാവ്? അങ്ങനെയെങ്കിൽ രാജാവിന്റെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതാം, രാജ ഓർ വിദ്രോഹി നാടക മുഖ്യ പാത്ര ഹേ രാജ, അല്ലെ, ഈ ഒരു നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് രാജാവ്. രാജ അപ്പിനെ രാജ്യ ഓർ ജനത കാ സംരക്ഷക ഹേ. ശരിക്കും രാജാവ് എന്ന് പറഞ്ഞാൽ തൻ്റെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും സംരക്ഷകനാണ്. ലേക്കിൻ നാടകക്കെ രാജ, അപ്പൊ ഇവിടെ പ്രത്യേകം പറയാണ്, പക്ഷേ നാടകത്തിലെ രാജാവ്
वह लड़ाई से आनंद और उल्लास का अनुभव करने वाला है. ഈ ഒരു സെന്റൻസ് നിങ്ങൾ നന്നായി എഴുതി പഠിക്കണം മക്കളെ. പക്ഷേ നാടകക്കെ രാജ, നാടകത്തിലെ രാജാവിന്റെ പ്രത്യേകത എന്താണ്? അയാളുടെ സ്വഭാവം എങ്ങനെയാണ്? ലഡായി എന്ന് പറഞ്ഞ യുദ്ധത്തിലൂടെ ആനന്ദവും ഉല്ലാസവും കണ്ടെത്തുന്ന സ്വഭാവമായിരുന്നു രാജാവിൻ്റെത്. ഇസ്ലിയേ വഹ് ഹേമ പർ ജൂട്ട ആരോപ് ലഗാക്കർ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹേമിനു മേലെ കള്ള ആരോപണം നയിച്ചിട്ട് സാത്ത് ലഡായി കർത്താ ഹെ, ആ കള്ള ആരോപണത്തിന്റെ പുറത്ത് എന്താക്കുന്നു? യുദ്ധം ചെയ്യുന്നു. ജനതാക്കെ അനുസാർ രാജ ന്യായ ധർമ്മ കെ പാലൻ കർണേ മേ ഹാർ ഗയേ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ജനതാക്കെ അനുസാർ, ജനങ്ങളുമായിട്ട് ഉള്ള യുദ്ധത്തിൽ എന്താക്കുന്നു? അഭിപ്രായത്തിൽ ന്യായ ധർമ്മക്കെ പാലൻ കർണേമേ, ന്യായവും ധർമ്മവും പാലിക്കുന്നതിൽ ആര് തോറ്റു? രാജാവും പക്ഷവും തോറ്റുപോയി. ജനതാക്കെ ദർബാർ മേ വഹ് അപരാധി ബി ഹെ, ജനങ്ങളുടെ ദർബാറിൽ ഈ രാജാവ് അപരാധിയും തെറ്റുകാരനുമായി. അപ്പിനെ സാത്ത് ന്യായ് നഹി യഹ് ജാൻതേ ഹുവേ ബി വഹ് അപ്നി നീതി പർ അടൽ രഹതാ ഹെ, തൻ്റെ ഭാഗത്ത് ന്യായമില്ല എന്നറിഞ്ഞിട്ടും രാജാവ് തൻ്റെ പക്ഷത്താണ് ന്യായം എന്ന് വാദിച്ച് വാശി പിടിച്ചു നിൽക്കുന്നു. ന്യായ് ജനതാക്കെ സാത്ത് ഹെ യഹ് ജാൻതേ ഹുവേ ബി രാജ് മുകുട് ഉതാർക്കർ ജനതാ മേ മിൽ ജാന വഹ് നഹി ചാത്ത. എന്താ പറയുന്നത്? ന്യായ് ജനതാക്കെ സാത്ത് ഹെ, ന്യായം ജനങ്ങളുടെ പക്ഷത്താണ്. യഹ് ജാൻതേ ഹുവേ ബി, ഇതറിഞ്ഞിട്ടും രാജ് മുകുട് ഉതാർക്കർ, തൻ്റെ രാജ കിരീടം അഴിച്ച് ജനതാമേ മിൽ ജാന വഹ് നഹി ചാത്ത, അപ്പൊ അധികാരത്തിനോടും അതിയായ മോഹമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. യഹാം രാജാ കെ ചരിത്ര ഇതിഹാസ് മേ പരിചിത് കേവൽ സൈനിക ശക്തി കെ ബാരെ മേ ചിന്തിത് രാജാ കാ ഹെ. അപ്പൊ ഇവിടെയുള്ള രാജാവ് നമ്മൾ ചരിത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള വെറും യുദ്ധം ചെയ്യുക, അതിൽ നിന്ന് ഹരവും രസവും പിടിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു രാജാവിൻ്റെ ഒരു രൂപമായിട്ടാണ് നമ്മളിവിടെ നാടകത്തിലെ രാജാവിനെ കാണുന്നത്. പക്ഷേ ചരിത്രത്തിൽ ഒരു പക്ഷെ അവര് രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടിയിട്ടോ മറ്റൊരു രാജ്യവുമായിട്ടായിരിക്കാം യുദ്ധം പ്രഖ്യാപിച്ചത്. ഇവിടെ സ്വന്തം പ്രജകളിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അനാവശ്യമായിട്ട് യുദ്ധം നടത്തുകയായിരുന്നു രാജാവ്. ഇനി ഈ ഒരു നാടകം നമ്മൾക്കറിയാം, രാജാ ഒരു വിദ്രോഹി എന്നതൊരു നാടകമാണ്. നാടകത്തെ പലപ്പോഴും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതായിട്ട് മഞ്ജീകരൻ കെ ബാരേമേ ഒരു പോസ്റ്റർ നമുക്ക് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ഇതിന് മുൻപുള്ള പല ക്ലാസ്സുകളിലും നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതാണ്. മാൻലെ അപ്പിനെ സ്കൂൾ മേ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ നിങ്ങൾ തയ്യാറാക്കിയതാണ്. നിങ്ങളുടെ സ്കൂളിൽ രാജാ ഓർ വിദ്രോഹി നാടക മഞ്ജീകരൻ ഹോനെ വാലാ ഹെ, സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു. ഇസ്കി സൂചന ദേത്തെ ഹുവേ പോസ്റ്റർ തയ്യാർ കരെ, അതിനെ സൂചന നൽകിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുവാൻ. അപ്പൊ അങ്ങനെ നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെ വേണം? നമ്മൾ ആദ്യം നാടകത്തിന്റെ പേര് കൊടുത്തു, രാജാ ഓർ വിദ്രോഹി. നാടക മഞ്ജീകരൻ, എന്താണ് ഇവിടെ നടത്തുന്നത്? നാടകമാണ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ഡേറ്റ് കൊടുത്തു അല്ലെ, മാർച്ച് 10 രവീന്ദ്രനാഥ് ടാഗോർ കാ നാടക് സുബഹ് 10 ബജെ സ്കൂൾ സഭാഗൃഹമേ സർക്കാർ ഹൈസ്കൂൾ തിരൂർ. നിങ്ങളുടെ സ്കൂളിൽ വെച്ച് നടത്തുന്നു എന്നാണ് പറഞ്ഞത്. സ്കൂളിന്റെ പേര് എഴുതാം, സർക്കാർ ഹൈസ്കൂൾ ഏതും കൊടുക്കാം. സബ്കാ സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ 4 മാർക്കാണ് മക്കളെ. 4 മാർക്കിന് ചോദിക്കുന്ന ഒരു പോസ്റ്റർ, ക്യാരക്ടർ സ്കെച്ച്, പിന്നെ ഒരു കോൺവെർസേഷൻ. ഇത്രയും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ കാണാം. അതുവരേക്കും നമുക്കൊരു ബൈ പറയാം.